വെൽക്കം ബാക്ക് ഷെഫ് നിബു റെസിപ്പിയിലേക്ക്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബിരിയാണിയാണ്. ബിരിയാണി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ബിരിയാണി. അങ്ങനത്തെ ഒരു ബിരിയാണി അല്ലത്. ഇതൊരു വെറൈറ്റി ബിരിയാണിയാണ്. നമ്മൾ ഫുൾ ചിക്കൻ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ ഈ ബിരിയാണി നമ്മൾ ആർക്ക് വേണ്ടിയാണെന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ കാണുന്ന ഇർഫാൻ എന്ന് പറഞ്ഞ ഒരു ഫുഡ് ബ്ലോഗറുണ്ട് തമിഴ്നാട്ടിലെ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫുഡ് ബ്ലോഗറാണ് പുള്ളി. ഫുഡി പേഴ്സൺ ആണ്. പുള്ളിക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനാണ്. നമ്മുടെ ഹോട്ടലിൽ ചാൻഡീസ് വിൻഡി വുഡിൽ അദ്ദേഹം വന്നിരിക്കുന്ന ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, എനിക്ക് ബെസ്റ്റ് ഫുഡ്, ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഷെഫ് എനിക്ക് വേണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വെറൈറ്റിയാണ്, ഇതിൻ്റെ മസാലയും വെറൈറ്റിയാണ്, നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. അതുപോലെ ഇർഫാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ബ്ലോഗർക്ക് കൊടുക്കുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇതാണ് നമ്മൾ ഇർഫാന് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ കബ്സ ബിരിയാണി. അപ്പോൾ ഈ കബ്സ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ് ആണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇത് പരിചയപ്പെടാം. കബ്സ ബിരിയാണിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ ഫുൾ ചിക്കനാണ് കേട്ടോ, വിത്ത് സ്കിന്നായിട്ടുള്ള ചിക്കനാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മസാലക്കൂട്ടുകളാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീര പൗഡർ, പിന്നെയുള്ള അറബിക് മസാല. കബ്സയ്ക്ക് വേണ്ട വെജിറ്റബിൾസും സ്പൈസസുമാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. അതിന് പൊട്ടറ്റോ, ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യാരറ്റ്, ഹോൾ ഗരം മസാലാസ്, അതായത് ജീരക, ബേലീസ്, സിനമൺ, കാർഡമൺ, ക്ലൗസ്, അങ്ങനെ ഹോൾ ഗരം മസാലാസ് എല്ലാം വരും. ഗ്രീൻ ചില്ലി, ഓണിയൻ, ടൊമാറ്റോ പ്യൂരി, ഒലിവ് ഓയിൽ, പിന്നെ ബസ്മതി റൈസ്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കാരണം ഇതൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കാരണം ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി, സ്പൈസസും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി. അതിനുശേഷം ഇത് ഓവനിൽ കയറ്റി നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക. ലെമൺ ജ്യൂസ് നല്ലോണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് സാൾട്ട് ഇട്ട് കൊടുക്കുക. അത് ആവശ്യത്തിന് നോക്കി വേണം ഇടാനേ. ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ഒരു 3 സ്പൂൺ ചില്ലി പൗഡർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടെർമറിക് പൗഡർ. ഇനി ഇതിലേക്ക് കുറച്ച് ജീര പൗഡർ, ലാസ്റ്റ് കുറച്ച് നമ്മുടെ അറബിക് മസാല. ഇനി ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് നല്ലവണ്ണം അങ്ങ് പിടിപ്പിക്കാം. നല്ല കൈവച്ചങ്ങ് തിരുമിയും കൊടുക്കാം. നല്ലവണ്ണം ചിക്കൻ്റെ എല്ലാ പാർട്സ് ഭാഗങ്ങളിലും ഈ മസാല ചെല്ലുന്ന രീതിയിൽ തിരുമി കൊടുക്കാം. ഇപ്പം ചിക്കൻ നല്ലവണ്ണം മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ലൈറ്റായിട്ട് ഒലിവ് ഓയിലും കൂടെ കൊടുക്കാം. ഒത്തിരി വേണ്ടി വരില്ല, കുറച്ച് മതിയാവും. കാരണം ഓൾറെഡി ചിക്കനിൽ ഫാറ്റുള്ള സ്കിൻ ചിക്കനാണ്. അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒലിവ് ഓയിലേ. ഇപ്പോൾ ചിക്കൻ നല്ല മസാലയായിട്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. കാരണം ഇന്ന് മസാലയെന്നൊക്കെ പിടിച്ച് സെറ്റപ്പ് ആകാൻ വേണ്ടി. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ കബ്സ റൈസ് റെഡിയാക്കാം. അപ്പോൾ കബ്സ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഇതിലൂടെ കാണാം.
ഗസ്റ്റ് ഇർഫാൻ ഖാൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ബിരിയാണിയാണിത്. അപ്പോൾ ബോസ് തന്നെ ഇത് തുറക്കുന്നതായിരിക്കും. ഇത് എങ്ങനെയുണ്ടെന്ന് ദം എല്ലാം തുറന്ന് ഓപ്പൺ ചെയ്ത് നമ്മളെ കാണിക്കുന്നതായിരിക്കും. യെസ്, ഓപ്പൺ பண்ணலாமா? യെസ്, நைஸ். ஓகே, வாவ், ரைஸ்லாம் அப்படியே உடையாம வந்துருக்கு. லுக் சோ குட். ரொம்ப நல்லா இருக்கு ஸ்மெல் ஆக்சுவலி. ஸோ இட்ஸ் கப்சா. യെസ്, ரைட், செம்ம. வெயிட்டிங் வெயிட்டிங். ഓക്കെ, ഇനി നമ്മളിത് ബോസിന് ടേബിളിൽ നമ്മൾ സെർവ് ചെയ്യുന്നതായിരിക്കും. യെസ്. ഇപ്പം നമ്മുടെ കബ്സ റെഡിയായി നിൽക്കുവാണ്. ഇനി നമ്മൾ ഇർഫാൻ ഇത് സെർവ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. Oh my god, செம்ம பெருசாக இருக்குது ப்ரோ. லைக் நிறையா இருக்குது இதில். டேம், இது ஒரு 3 பேர் சாப்பிட்றாங்க. நைஸ். ரொம்ப டெம்டிங்காக இருக்குது பார்க்குறதுக்கு. காண்ட் வெயிட். தேங்க்யூ. யா ஷூர், ஐம் கோயிங் டு ட்ரை இட். மதியானத்துக்கு வந்து கப்சா இங்கே வந்து நம்ம சாப்பிட போகிறோம். எஸ், காலையில் பார்த்தீங்கன்னா வந்து பிரேக்ஃபாஸ்ட்டில் நிறைய ஐட்டம் இல்லை. ஸோ மதியானம் வந்து ஒரே ஐட்டம், கிராண்டான ஐட்டமாக சொன்னேன்னு சொல்லிட்டு இந்த கிராண்டான ஐட்டம் வந்து நம்மளுக்கு வந்து செஃப் பண்ணி கொடுத்துருக்காங்க. சரி, வேறு ப்ரைஸ் என்னட்டு நான் சொல்கிறேன். பட் பிஃபோர் தட் ஸ்டார்ட் டேஸ்டிங் திஸ். 2 முழு சிக்கன் இதில் வச்சுருக்காங்க. சரியா, இந்த ரைஸ் கப்சா ரைஸ் பொட்டேட்டோ தான் போட்டு செஞ்சுருக்காங்க. ஸோ இதை நல்லா பொட்டேட்டோ வந்து ஃப்ரைட் ஆனியன்ஸ் தான் இதில் இருக்குது. ஆக்சுவலி ஃப்ரைட் ஆனியன்ஸ் இதெல்லாம் மேலே போட்டு வச்சுக்கோங்க. சாப்பிட்றதுக்கு சூப்பராக இருக்கும். லெட்ஸ் ஹேவ் தி கப்சா. ஃப்ரைட் ஆனியன் டேஸ்ட்டு, அதுக்கப்புறமா வந்து இந்த இலை டேஸ்ட் நிறையா வருது எனக்கு. இது என்ன பிரிஞ்சா, அந்த பிரிஞ்சி இலைன்னு சொல்லுவோம். இட்ஸ் எப்படி சொல்லலாம்னா வந்து இட்ஸ் நாட் லைக் பிரியாணி சொல்ல முடியாது. இல்லை, கொஞ்சம் டிஃப்ரெண்ட் டேஸ்ட். லைக் ஒரு அரேபியன் ஃபுட் அப்படின்றதுனால கொஞ்சம் ஒரு ரிச் டேஸ்ட் இருக்குல்ல. அரபிக் அந்த ஒரு டிஷ்லாம் போகும் நம்மளுக்கு. அது சுற்றி வந்து சாலட்ஸ் இருக்குது. லைக் கேரட், குடமிளகா இதெல்லாம் போட்டு வச்சுருக்காங்க. அந்த இந்த சிக்கன், இட்ஸ் a huge chicken, man. Look at this. ஆனால் சுட எடுத்தோன்னா புகையே வருது பாருங்க அதுலேருந்து. ஸோ லெட் மீ ஜஸ்ட். எவ்வளோ அழகாக வந்துருச்சு பாருங்கள் அந்த சிக்கன். ஸோ ஃபுல்லாக அந்த ஸ்கின்னோட ஃபேட்டோட சேர்ந்து இட்ஸ் கார்ஜியஸ். ஸ்ட்ரைட். வாவ் வாவ். இதில் இருக்க அந்த போட்டிருக்க மசாலா ரொம்ப கம்மியாக இருக்குது. பட் தென் இட் டேஸ்ட் ஸோ குட். ரொம்ப சிம்பிளாக போட்டிருக்காங்க. பட் தென் ரொம்ப சூப்பராக இருக்குது. மேலே போட்டிருக்க மசாலா அந்த அதோட சேர்த்து இந்த ரைஸோட சேர்த்து சாப்பிட்டோம்னா இது குட். ஓ எஸ், சிக்கன் ஃப்ளேவரோட இந்த ரைஸு അപ്പോൾ കൂട്ടുകാരൊക്കെ കണ്ടല്ലോ ഇർഫാനുമായിട്ടുള്ള കുക്കിങ്. അപ്പോൾ പുള്ളി വന്നു, നമ്മൾ ഉണ്ടാക്കിയ ശേഷം പുള്ളി വന്നു, അത് ടേസ്റ്റ് ചെയ്തു, പുള്ളിക്ക് നമ്മൾ കൊടുത്തു, പുള്ളി കഴിച്ച ശേഷമുള്ള ഫീഡ്ബാക്ക്സ് കണ്ടു. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ഇനിയും അടുത്ത പുതിയ നല്ല സെലിബ്രിറ്റിയുമായിട്ട് നല്ല വെറൈറ്റി ഡിഷുകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.